ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു തട്ടുകട സ്റ്റൈൽ കപ്പയും മുട്ടയും ഉണ്ടാക്കി നോക്കിയാലോ. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച കപ്പ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ശേഷം കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം എല്ലാം ഊറ്റിക്കളയണം. അതുകൊണ്ട് നമുക്ക് ഈ കപ്പയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുറേശ്ശെ നമുക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കപ്പയെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 സവാള, ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പയിൽ നമ്മൾ ഓൾറെഡി ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ആ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 കോഴിമുട്ട, അത് മുട്ടയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് അതിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടയെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് അതിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈസിയാണ്. ഇനി വേറെ ഒന്നുമല്ല, ആ നേരത്തെ വേവിച്ച് വെച്ച ആ കപ്പ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ച് നമുക്കതിൽ ആ മുട്ടയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കപ്പ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് അതുപോലെ നല്ലതുപോലെ നമുക്ക് ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഒന്നല്ല, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ആ സവാള കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെയെല്ലാം ഞാൻ ഇതവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളല്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി കപ്പ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.